നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഇപ്പോൾ കിട്ടിയതിലേക്ക് സ്വാഗതം. ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ സമഗ്രമായ വിവരങ്ങളാണ് ഇപ്പോൾ കിട്ടിയതിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. വയനാട് കുറുവ ദ്വീപിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരുക്കേറ്റ് ഫോറസ്റ്റ് വാച്ചർ മരിച്ചു. വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും പോൾ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് UDF-ഉം LDF-ഉം നാളെ വയനാട്ടിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാച്ചർ പോളിന്റെ മരണം ദൌർഭാഗ്യകരമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. സുർജിത്ത് അയ്യപ്പത്തും മിഥില ബാലനും ചേരുന്നുണ്ട്. ആദ്യം സുർജിത്തിലേക്ക് പോകുന്നു. സുർജിത്ത്, വയനാട്ടിൽ നിന്ന് വീണ്ടും ഇത്തരത്തിലൊരു വാർത്ത വരുന്നത് തീർത്തും വേദനാജനകമാണ്. ഇന്ന് രാവിലെയാണ് ഈ ആക്രമണം ഉണ്ടായത്. നിലവിൽ എന്താണ് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ഈ പോളിന്റെ മരണവുമായി ബന്ധപ്പെട്ടും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് പറയാനുള്ളത്? അവർ വലിയ പ്രതിഷേധത്തിലാണോ? പ്രവിത, പടമലയിൽ അജീഷ് എന്ന ഒരു മനുഷ്യന്റെ മരണം സംഭവിച്ച് ദിവസങ്ങളായിട്ടില്ല, ഒരാഴ്ചയാകുന്നു. ഇന്ന് കൃത്യം 7-ാം ദിവസമാണ്. ആ ദിവസം മറ്റൊരു ദുരന്ത വാർത്ത കൂടി ഈ വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കൊപ്പമുള്ള മാധ്യമപ്രവർത്തകരും നിൽക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ദുരന്തം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ കുറുവ ദ്വീപിൽ താൽക്കാലിക ജീവനക്കാരനായിട്ടുള്ള ആളാണ് ഈ നിലയ്ക്ക് മരിക്കേണ്ടി വന്നത്. കാട്ടാന നിരന്തരം ശല്യമുള്ള ഒരു പ്രദേശമാണ് ഇത് എന്നുള്ളതാണ് പ്രധാനമായും ആരോപണമായി ഉന്നയിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ നാളെ പ്രതിഷേധത്തിന് LDF-ഉം UDF-ഉം ഒരുപോലെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നാളെ ഹർത്താൽ ആചരിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ദുരന്തം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ വീട്ടിലേക്ക്, അദ്ദേഹത്തിൻ്റെ പോളിൻ്റെ വീട്ടിലേക്ക് ധാരാളം മനുഷ്യർ എത്തുന്നു. എന്താണ് പറയാനുള്ളത്? LDF കൂടി ഹർത്താലിന് ആഹ്വാനം ചെയ്തൊരു പശ്ചാത്തലമുണ്ടല്ലോ. ഇവിടെ കാട്ടാന നിരന്തരം ശല്യം ചെയ്യുന്നൊരു പ്രദേശമാണ്, വന്യമൃഗശല്യമുള്ള പ്രദേശമാണെന്നാണ് പറയുന്നത്. ആനേൻ്റെ ശല്യം വയനാട്ടിൽ ഇപ്പോൾ ഇവിടെ മാത്രമല്ലോ, പാക്കത്ത് പിന്നെ പൊതുവെ ആന ശല്യം നേരത്തെ മുതലേ ഉള്ളതാണ്. വയനാട്ടിൽ പൊതുവെ എല്ലാ സ്ഥലത്തും ഭീകരമായിട്ടുള്ള വന്യമൃഗ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് കേന്ദ്ര നിയമത്തിനകത്ത് മാറ്റം വേണം. രണ്ടാമത് സംസ്ഥാന ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഇടപെടേണ്ട എല്ലാ കാര്യത്തിലും ഇടപെടണം. എണ്ണത്തിൽ പെരുകിയിട്ടുള്ള മൃഗങ്ങളെ കുറേ എണ്ണത്തിനെ കൊന്നുകളയുന്നതിന് വേണ്ടി തയ്യാറാവണം. മനുഷ്യനാണ് ഈ ഭൂമണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവി. ഇവിടെ വ്യാപകമായി പെരുകിയിട്ടുണ്ട്. വന്യജീവി സംരക്ഷണ നിയമം രാജ്യത്ത് വന്നതിന് ശേഷം സ്വാഭാവികമായിട്ടും കുടിയേറ്റ ജനത ആ കുടിയേറ്റ കാലഘട്ടത്തിൽ മൃഗങ്ങളെ നേരിട്ടതുപോലെ ഇന്ന് നേരിടുന്നതിന് വേണ്ടി നിയമത്തിൻ്റെ സ്ട്രിക്ട്നെസ് കാരണം, നിർബന്ധിത കാരണം സാധിക്കുന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇതിൻ്റെ എണ്ണം പെരുകിയിട്ടുണ്ട്. പെരുകിയ കുറേ എണ്ണത്തിനെ കൊന്നുകളയേണ്ടതിനാണ് കൊന്നുകളയണം, പിടിച്ചോണ്ട് പോകേണ്ടതിനാണ് പിടിച്ചോണ്ട് പോകണം. മനുഷ്യന് ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഇല്ലാത്ത പക്ഷം വയനാടൻ ജനത നിയമം കയ്യിലെടുത്ത് ഈ മൃഗങ്ങളെയൊക്കെ ആദ്യകാലങ്ങളിൽ നേരിട്ടതുപോലെ നേരിടേണ്ട സാഹചര്യത്തിലേക്ക് വന്നാൽ വയനാട്ടിലെ ജനങ്ങളെ പിന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടല്ലോ. അതിജീവനത്തിൻ്റെ പ്രശ്നമാണ് മനുഷ്യൻ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. അതൊരു ഏറ്റുമുട്ടലിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി ഭരണകൂടങ്ങൾ ശക്തമായ ശ്രദ്ധ ഇവിടെ ചെലുത്തണം. ആശാവകമായ ചില നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി അടുത്ത ദിവസം തന്നെ വയനാട്ടിലെ ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. വയനാട്ടിൽ അനുകൂലമായ ചില സാഹചര്യങ്ങൾ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ശക്തമായ പ്രതിഷേധം വയനാട്ടിൽ ഉയർത്തിക്കൊണ്ട് വരണം. കേന്ദ്ര ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഇതിനകത്ത് ഇടപെടണം. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ മുഖ്യമന്ത്രി യോഗം വിളിച്ചതിലൂടെ നമ്മൾ കണ്ടു. കേന്ദ്രമാണ് ഇതിനകത്ത് അടിയന്തരമായിട്ട് ഇടപെടേണ്ടത്. കാരണം കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമമാണ്. ആ നിയമത്തിനകത്ത് ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് മാത്രമേ ഇതിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുള്ളൂ. എണ്ണത്തിൽ പെരുകിയിട്ടുള്ള മൃഗങ്ങളെ കൊന്നു തീർക്കുന്നത് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നാം കാണുന്നുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ കങ്കാരുവിനെ ഉൾപ്പെടെ കൊല്ലുന്നതിന് വേണ്ടി, നായാടുന്നതിന് വേണ്ടി അനുമതി കൊടുക്കുന്നുണ്ട്. ഇവിടെയും കാലാനുസൃതമായ ഭേദഗതികൾ ഈ നിയമത്തിനകത്ത് വേണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ആളുകളുടെ പ്രതികരണം ഈ തരത്തിലാണ്. കേന്ദ്ര നിയമത്തിൽ മാറ്റം വരണം. സംസ്ഥാന സർക്കാർ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തണം. വയനാടിനെ സംബന്ധിച്ച് ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി ആവർത്തിക്കപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ ഈ റോയുടെ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നു. എന്തായാലും ഇങ്ങനെ മരണങ്ങൾ ആവർത്തിക്കുന്ന വിധത്തിലേക്ക് വയനാടൻ ജനതയുടെ ജീവിതം മാറുന്ന തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് വഴിമാറാൻ LDF-ഉം UDF-ഉം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. BJP-യും സമരത്തോട് എന്ത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും. കാരണം ഈ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ കാരണം വയനാട്ടിൽ തുടർച്ചയായി ഇത്തരം മരണങ്ങൾ സംഭവിക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു ആഴ്ചക്കിടെയാണ് ഈ 2 മരണം, അതായത് വയനാട്ടിൽ നിന്ന് കാട്ടാന ആക്രമിച്ച് ഒരാഴ്ചക്കിടെ 2 മരണം സംഭവിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. ഈ പാക്കം എന്ന് പറയുന്ന പ്രദേശത്ത് തീർത്തും സാധാരണക്കാരനായ മനുഷ്യനാണ് മരിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ കുടുംബം ഒരു സാധാരണ കുടുംബമാണ്. വീട് പോലും തേക്കാത്ത നിലയിലാണ് ഉള്ളത്.
എന്തായാലും ഒരു മകളും ഭാര്യയുമാണ് ഇദ്ദേഹത്തിനുള്ളത്. ഇങ്ങനെ വളരെ ജീവിതം ദുസ്സഹമായ രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരത്തിൽ താൽക്കാലിക വാച്ചറായി ജോലി ചെയ്യുന്ന ആളായിരുന്നു ഈ മരിച്ചയാൾ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിൻ്റെ കാരണം പോലും ഈ ഒരു സ്ഥിതിയിലാണ് ഇങ്ങനെ ഒരു മരണം സംഭവിക്കുന്ന ദൗർഭാഗ്യകരമായ സംഭവം ഇവിടെ ഉണ്ടാകുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ UDF-ഉം LDF-ഉം ഒരുപോലെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നേരത്തെ യൂത്ത് കോൺഗ്രസ് ഈ വിഷയത്തിൽ ചില അലംഭാവം ഉണ്ടായിട്ടുണ്ടെന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കളക്ടറേറ്റിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നു. രംഗത്ത് വന്നൊരു സാഹചര്യമുണ്ട്. അതിൽ അവർ പറയുന്നത് കൊണ്ടുപോകാൻ, അതായത് ഇവിടെ നിന്നും പരിക്കേറ്റ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വൈകി എന്നുള്ള ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഇവർ ഉന്നയിച്ചിരുന്നത്. മാത്രമല്ല ഈ പോളിനെ ഈ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകാൻ ഹെലികോപ്റ്റർ എത്തിയത് വൈകി എന്നുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് നേരത്തെ കളക്ടറേറ്റിന് മുന്നിൽ ഉപരോധം സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് വഴിമാറുന്നു. നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തതോടുകൂടി ഇത്തരത്തിൽ പ്രതിഷേധത്തിൻ്റെ വഴിയിലേക്ക് വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഒന്നിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. വയനാടിനെ സംബന്ധിച്ച് കൃത്യമായ രീതിയിലുള്ള പാക്കേജ് നടപ്പിലാക്കണം. അതായത് ഈ വന്യജീവി ശല്യം, വനവും നാടും കാടും വേർതിരിക്കുന്ന രീതിയിലുള്ള കൽമതിലടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് അത്തരത്തിൽ ഒരു തീർപ്പുണ്ടാകണം. ശാശ്വതമായി ഈ വിഷയം പരിഹരിക്കണം തുടങ്ങിയ ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. അതുതന്നെയാണ് ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരം ഒരു പ്രതിഷേധത്തിൻ്റെ വഴിയിലേക്ക് ആളുകൾ എത്തുന്നത്. ഇനി നാളെ ഹർത്താൽ അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി തീരുമാനം ആകേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കാൻ വേണ്ടി പുൽപ്പള്ളി CI മനോജിന് നേതൃത്വത്തിലുള്ള സംഘം ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും ആ നടപടികൾ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി മൃതദേഹം എത്തിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. പോളിൻ്റെ വീട്ടിലേക്ക് ധാരാളം ആളുകൾ എത്തുന്നു. ഇവിടെ തീർത്തും സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ ധാരാളം ആളുകൾ എത്തുന്നു. ഇതിനടുത്ത് ഏതാണ്ട് 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ചെറിയമല എന്ന് പറയുന്ന പ്രദേശത്താണ്. എന്തായാലും ഇവിടുത്തെ പള്ളിയുടെ വികാരിയാണ്, അദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയാണ്, ഈ ബന്ധുവാണല്ലേ അദ്ദേഹത്തിൻ്റെ. ഈ ഒരു ദുരിതത്തെ എങ്ങനെയാണ് കാണുന്നത്? എൻ്റെ ചേട്ടനാണ്, അതായത് പപ്പയുടെ ചേട്ടൻ്റെ മോനാണ് മരിച്ചിരിക്കുന്നത്. ഇത് വയനാട്ടിൽ ഇന്ന് ആർക്കും ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ നമുക്കിത് മുമ്പോട്ട് പോകാൻ പറ്റാത്ത നിലയിലാണുള്ളത്. തീർച്ചയായും സാധാരണക്കാരായ മനുഷ്യനായിരുന്നു അദ്ദേഹം. ഇവിടെ ജോലി എൻ്റെ സഹോദരനാണ്. ജീവിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടി ദിവസം കൂലിപ്പണിക്ക് പോയി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വാച്ചർ പണി അത് ഡെയിലി വേജസ് ആണ്. താൽക്കാലികമായ ജോലി കൊണ്ട് കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ നിന്നാണ് ആ കുടുംബം ജീവിച്ചുകൊണ്ടിരുന്നത്. ഇത് ആണ് ഇല്ലാതായിരിക്കുന്നത്. അതെ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളാണുള്ളത്. ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല. സർക്കാർ ഒരു കൃത്യമായൊരു തീർച്ചയായിട്ടും ധനസഹായം മാത്രമല്ല, ഇവർക്ക് ജീവിക്കാനുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകണം. ഇനി ഒരാൾക്ക് ഈ ദുരന്തം ഉണ്ടാകാതിരിക്കാനും ഒരു സംവിധാനം ഉണ്ടാകണം. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് മരിച്ച പോൾ. വെടിവെച്ച് കൊല്ലണം തന്നെയാണ് പറയുന്നത്. കാരണം ഒത്തിരി കാലം ഞങ്ങൾ പറയാന്ന് പറഞ്ഞിട്ട് ഈ ആന ഒരു പെട്രോൾ വണ്ടി ഈ വഴിക്കൊരു ഫോറസ്റ്റുമാർ വണ്ടി ഈ റോഡിൽ നാട്ടുകാരുടെ എല്ലാം ആവശ്യം അത് തന്നെയാണ്. കുടിയേറ്റ ജനതയ്ക്ക് ഭീഷണിയായി കാട്ടുമൃഗങ്ങൾ, വന്യമൃഗങ്ങൾ പെറ്റുപെരുകുന്നു. അങ്ങനെ പെറ്റുപെരുകുന്ന വന്യമൃഗങ്ങളെ ഒഴിവാക്കണം എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും ആവശ്യം. വലിയ സങ്കടത്തിലാണ് വയനാടൻ ജനത. ഒപ്പം തന്നെ വലിയ ഭയത്തിലാണ് അവർ കഴിയുന്നത് എന്നാണ് സുർജിത്ത് അയ്യപ്പത്ത് നൽകുന്ന വിവരം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വനം മന്ത്രി AK ശശീന്ദ്രന്റെ പ്രതികരണം വന്നിരുന്നു. പ്രതികരണത്തിലേക്ക്. നിർഭാഗ്യവശാൽ ആ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അത് വളരെ കഷ്ടമുള്ളൊരു കാര്യമാണ്. ആ കുടുംബത്തിന് വലിയ ക്ഷീണമാണ്, വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. എന്തെങ്കിലും വീഴ്ചയുണ്ടായി വന്നിട്ടുണ്ടോ എന്നത് പ്രത്യേകമായി പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ അത് പരിശോധിക്കുന്നതിന് യാതൊരു പ്രയാസവും ഈ ഗവൺമെൻറ്റിനില്ല. എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ ആ വീഴ്ചയ്ക്ക് ഉത്തരവാദി വരെ കണ്ടെത്തി മതിയായ ശിക്ഷ നൽകുന്നതാണ്. നമ്മുടെ ശ്രദ്ധ മുഴുവൻ മാനന്തവാടി ഭാഗത്തുണ്ടായിട്ടുള്ള കാട്ടാനകളെ തുരത്തി പിടികൂടുന്നതിനുള്ള കാര്യത്തിലായി പോയി. കാരണം നമ്മുടെ 200-ലധികം വാച്ചർ ഉദ്യോഗസ്ഥന്മാരാണ് ആ ദൗത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. മിഥില ബാലൻ കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. മിഥില, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ മൃതദേഹം എപ്പോഴാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകുക? പ്രവിത, നിലവിൽ ലഭ്യമാവുന്ന വിവരമനുസരിച്ച് ഇന്ന് ഇൻക്വസ്റ്റ് നടപടികൾ ഉണ്ടാവില്ല. നാളെ രാവിലെ 7:30-ക്കായിരിക്കും ഇൻക്വസ്റ്റ് നടപടി ഉണ്ടാവുക. അതിനുശേഷം 9 മണിയോടെ പോസ്റ്റ്മോർട്ടം ആരംഭിക്കും. അതിനുശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം.
മറ്റ് വിവരങ്ങൾ എന്നത് ഇന്ന് 2:55 കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോളിനെ എത്തിച്ചത്. ആന്തരിക രക്തസ്രാവം അധികമായതിനെ തുടർന്നായിരുന്നു മാനന്തവാടിയിൽ നിന്ന് പോളിനെ ഇങ്ങോട്ട് എത്തിച്ചത്. തുടർന്ന് 2:55 എത്തിക്കുന്നു. 3:25 മരണം സംഭവിക്കുന്നു. 11:15 കൂടി തന്നെ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന് വയനാട് ജില്ലാ ഭരണകൂടത്തിന്റെ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. പോളിനെ കോഴിക്കോട്ടേക്ക് എത്തിക്കുന്നുണ്ട്. എല്ലാ അടിയന്തര നടപടികളും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്വീകരിക്കണം എന്ന ഒരു നിർദ്ദേശം ലഭ്യമായിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ എല്ലാ വിഭാഗം ഡോക്ടേഴ്സും ഈ അത്യാഹിത വിഭാഗത്തിൽ സജ്ജമായിരുന്നു. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ ജീവൻ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ആന്തരിക രക്തസ്രാവം വളരെ അധികമായിരുന്നു. അതുകൊണ്ട് തന്നെ ആന്തരിക രക്തസ്രാവം തന്നെയാണ് ഈ ഒരു മരണത്തിന് കാരണമെന്നാണ് ഡോക്ടർമാരിൽ നിന്നും നമുക്ക് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. പരുക്കും അത്ര കണ്ട് ഗുരുതരമായിരുന്നു. 3:25 അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുകയായിരുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടി ഉണ്ടാകില്ല. നാളെ രാവിലെ 7:30 ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ച് 9 മണിക്ക് പോസ്റ്റ്മോർട്ടം ആരംഭിച്ച് പിന്നീട് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനാണ് നിലവിലെ തീരുമാനം. പ്രവിത. ശരി, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വയനാട് കുറുവ ദ്വീപിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരുക്കേറ്റ ഫോറസ്റ്റ് വാച്ചർ മരിച്ചു. വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹത്തെ എത്തിച്ചുവെങ്കിലും പോൾ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം നാളെയാകും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക എന്നാണ് മിഥില ബാലൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര വാർത്ത എന്ന് പറയുന്നത് റഷ്യയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന അലക്സി നവൽനി മരിച്ചതായി വിവരം ലഭിക്കുന്നു എന്നുള്ളതാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഏറ്റവും വലിയ വിമർശകനായിരുന്നു. പല വേദികളിലും വ്ളാഡിമിർ പുടിനെതിരെ വലിയ ആരോപണം ഉന്നയിക്കുകയും ഒപ്പം തന്നെ അദ്ദേഹത്തിനെതിരെ സംസാരിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് അദ്ദേഹം ജയിലിൽ കഴിയവെയാണ് ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വയനാട്ടിൽ നിന്നുള്ള വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് തന്നെ കടക്കുകയാണ്. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് UDF-ഉം LDF-ഉം നാളെ വയനാട്ടിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാച്ചർ പോളിന്റെ മരണം ദൗർഭാഗ്യകരമാണെന്നാണ് മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും മന്ത്രി പറയുകയുമുണ്ടായി. സുർജിത്ത് അയ്യപ്പത്ത് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സുർജിത്ത്, ഈ UDF ഹർത്താൽ പ്രഖ്യാപിച്ചു, അതോടൊപ്പം തന്നെ ഇപ്പോൾ LDF കൂടി ഹർത്താൽ പ്രഖ്യാപിച്ച സാഹചര്യം അത് ഈ വയനാട്ടിലെ അവസ്ഥ എത്രത്തോളം ദുഷ്കരമാണ് എന്ന് വ്യക്തമാക്കുന്നതല്ലേ? പ്രത്യേകിച്ച് ഈ ചൂട് കൂടി വരികയാണ് നമ്മുടെ ഈ പ്രദേശത്തൊക്കെ. അപ്പം വയനാടിന്റെ തണുപ്പും ഒപ്പം തന്നെ സൗന്ദര്യവും ആസ്വദിക്കാൻ കൂടുതൽ വിനോദസഞ്ചാരികളൊക്കെ എത്തുന്ന ഒരു സമയത്തു കൂടിയാണ് ഇത്തരം വന്യജീവി ആക്രമണം പെരുകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നത്. വയനാട്ടിലെ ആളുകളുടെ ആവശ്യം എന്താണെന്ന് അവർ അല്പസമയം മുൻപ് 24-നോട് അവരുടെ ആവശ്യം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിനൊരു ശാശ്വത പരിഹാരം എങ്ങനെ കണ്ടെത്താനാകണം എന്നാണ് ഇവർ പറയുന്നത്? എന്തായാലും കാടും നാടും വേർതിരിക്കപ്പെടണം എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. മാത്രമല്ല ഈ സംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ, അതായത് വന്യജീവികൾ പെറ്റുവരികയാണ്, ഇതിന് സംഖ്യാ നിയന്ത്രണം കൊണ്ടുവരണം തുടങ്ങിയ ആവശ്യങ്ങൾ ഈ മേഖലയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ട് നിലവിൽ. എന്തായാലും വലിയ അമർഷം, പ്രതിഷേധം എല്ലാം തന്നെ രൂപപ്പെടുന്നുണ്ട്. ഇതിൽ നയപരമായ തീരുമാനമുണ്ടാക്കണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഉയരുന്നത്. മാത്രമല്ല വയനാടിലെ ഈ വന്യജീവി സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൃത്യമായ രീതിയിൽ സർക്കാരുകൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ ഇവിടെ വേണം എന്നുൾപ്പെടെയുള്ള ആവശ്യമാണ്. എന്തായാലും നേരത്തെ ഈ അജീഷ് മരിച്ച ഘട്ടത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ച സംഘടനയാണ് ഫാർമേഴ്സ് ഫോറം എന്ന് പറയുന്ന സംഘടന. ആ സംഘടനയുടെ ഭാരവാഹിയാണ് ഇദ്ദേഹം ചേരുകയാണ്, ജില്ലാ ചെയർമാനാണ് ഇദ്ദേഹം ചേരുകയാണ്. എന്തായാലും നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? ഞങ്ങൾ കഴിഞ്ഞ 13-ാം തീയതി ഹർത്താൽ പ്രഖ്യാപിച്ചിട്ട് ഒരാഴ്ചയാകുന്നില്ല. വളരെ ദുഃഖകരമാണ് ഞാനിപ്പോൾ ഈ ചാനലിൽ നിൽക്കുന്നത്. വളരെ ദുഃഖത്തോടു കൂടി തന്നെയാണ്. അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു വയനാട്ടിലെ സ്ഥിതി വളരെ ദുർബലമാണ്, ഭയങ്കര അപകടത്തിലാണെന്ന് ഞങ്ങൾ പറയുകയും അന്ന് മനസാക്ഷി ഹർത്താൽ ആഹ്വാനം ചെയ്ത സംഘടനയാണ് ഞങ്ങൾ. പക്ഷേ ആ ഹർത്താൽ വയനാട്ടിലെ ജനം 100% ഏറ്റെടുത്തു. നാളെ UDF LDF ഹർത്താലിന് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെ ഹർത്താലല്ല വേണ്ടത്. ഇവിടെ നമുക്ക് വേണ്ടത് വയനാട്ടിലെ പ്രത്യേകിച്ച് കേന്ദ്ര മേഖലയിൽ നിന്നും, കേന്ദ്ര ഭരണപ്രദേശത്തു നിന്നും കേന്ദ്രത്തിലെ മന്ത്രി ഇവിടെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഈ ഇവിടുത്തെ വനം വകുപ്പ് മന്ത്രിക്ക് കഴിയില്ല എങ്കിൽ അദ്ദേഹം രാജിവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ 14 ജില്ലയിൽ നിന്ന് ഒരു ജില്ലയെ ഒഴിവാക്കിക്കൊണ്ട് 13 ജില്ലയിലെ ഭരണം ഏൽപ്പിച്ചുകൊണ്ട് വയനാട്ടിൽ കേന്ദ്രം നേരിട്ട് ഇടപാട് നടത്തിക്കൊണ്ട് ഇവിടെ ഭരണം നടത്തുന്നതാണ് പറയാനുള്ളത്. ഇവിടെ ഞാനും എൻ്റെ ഒരു ചെറുപ്പത്തിലേക്ക് ഞാൻ ചിന്തയെ കൊണ്ടുപോവാണ്. നിരന്തരം വന്യജീവി ശല്യം ഉള്ള ഒരു മേഖലയാണ് ഈ പ്രദേശം എന്നാണ് പറയുന്നത്. നിരന്തരമായിട്ട് വന്യമൃഗ ശല്യം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ഇവിടെ ഞാൻ ഇന്നാൾ പറഞ്ഞു 6 മാസക്കാലമായി വയനാട്ടിലെ കർഷകൻ ഉറങ്ങിയിട്ട് രാവും പകലും. ഇന്നലെ മിനിഞ്ഞാന്ന് കടുവ, ഇന്ന് രാവിലെ ഞങ്ങൾ ഇവിടെ ഈ സംഭവം
അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളിവിടെ റോഡ് ഉപരോധിച്ച് വീട്ടിലേക്ക് പോയിട്ട് അരമണിക്കൂറായിട്ടുള്ളൂ. ഇവിടെ നിരന്തരമായ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ കാണുന്നതിന് സർക്കാർ ഇപ്പോഴും ഈ കേവലം 5 ലക്ഷം രൂപയും 10 ലക്ഷം രൂപയും കോമ്പൻസേഷൻ കൊടുക്കുന്ന പരിപാടി അവസാനിപ്പിച്ചിട്ട് വയനാട്ടിലെ പ്രശ്നങ്ങൾ ഇടപെട്ടില്ല എങ്കിൽ 1982 പുൽപ്പള്ളിയിലുണ്ടായ വെടിവെപ്പ് അത് എൻ്റെ സർക്കാർ ഒന്ന് ശ്രദ്ധയിൽപ്പെടുന്നത് വളരെ നല്ലതായിരിക്കും. എന്തായാലും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ഇതെല്ലാം തന്നെയാണ് ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾ എല്ലാം തന്നെ ഉന്നയിക്കുന്നത്, ഈ പ്രദേശവാസികളെല്ലാം തന്നെ ഉന്നയിക്കുന്നത് ഈ കാര്യമാണ്. ഇവരൊക്കെ ഈ പ്രദേശത്തുള്ള ആളുകളാണ്. ഇവിടെ ആനശല്യം സ്ഥിരമുള്ള സ്ഥലമാണോ ചേച്ചി? സ്ഥലം അറിയാം? ഞങ്ങൾ പിന്നെ ഇത് ഉത്സവത്തിന് വന്നതാണ്. ഞങ്ങളൊക്കെ മീനങ്ങാടിക്കാരാണ്. ഇവിടെ എല്ലാവരും മീനങ്ങാടിക്കാരാണോ? ഞങ്ങളുടെ വീട്ടിൽ ആനശല്യം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്, കർണാടൻ്റെ വീട്ടില്. അതവിടെ ആനശല്യമാണ്. എന്തായാലും ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ ആളുകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കും അമർഷത്തിലേക്കും പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇത് നിരന്തരം ആനയുടെ ശല്യമുള്ള മേഖലയാണ്. ആ ശല്യമുള്ള മേഖലയാണ് എന്ന് പറയുമ്പോൾ പോലും ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് ഇത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. കുട്ടി ഒരു ചെറിയ കുട്ടിയാണ്, പെൺകുട്ടിയാണ്. ആ കുട്ടിക്ക് അവരുടെ ജീവിതം സുരക്ഷിതമാക്കാവുന്ന വിധത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് ചേട്ടാ പറയാനുള്ളത്? അല്ല, നാളെ ഇപ്പോൾ UDF LDF ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ട് ഇയാളുടെ ജീവൻ ഇതിന് വേണ്ടിയിട്ടോ? കാരണം ഹർത്താൽ കണ്ട് നാളത്തെ കണ്ട് ഇവരെ നാളെ ഹർത്താൽ വരുന്ന പല സ്ഥലത്തുനിന്ന് ആൾക്കാർ വരുന്നവരാണ്. ഈ വയനാട്ടിൽ തന്നെ ഇഷ്ടംമാതിരി ആൾക്കാർ പെട്ടെന്ന് തന്നെ ഹർത്താൽ അങ്ങ് പ്രഖ്യാപിക്കുക. ഇവര് രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ആദ്യം കോൺഗ്രസ്സുകാർ ഹർത്താൽ, LDF കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ LDF ഹർത്താൽ. എന്തുകൊണ്ട് അതിനുകൊണ്ട് എന്താ ഒരു കാര്യമുള്ളത്? ഇവിടെ ഈ ബോഡി വരുമ്പോൾ ബോഡീൻ്റെ കൂടെ ബന്ധുക്കാരില്ലേ? കേരളത്തിൽ ഇഷ്ടംമാതിരി ബന്ധുക്കാരുണ്ട് ഇവർക്ക്. പനവരത്തുണ്ട്, പല സ്ഥലത്തും ഇല്ലേ? മാനന്തവാടിയുണ്ട്, അല്ലെങ്കിൽ ബത്തേരിയുണ്ട്. ഇവിടെ നിന്നൊക്കെ ഇവർക്ക് എങ്ങനെ വരും? ഹർത്താൽ എന്ന് പറയുന്നത് എന്താണ്? ഞാനും നിങ്ങളും ഒരേപോലെയാണ്. ഞാൻ വികാരമുള്ളവനാണ്, നിങ്ങൾക്ക് വികാരം കുറഞ്ഞായിരിക്കും. ഞാൻ ഒരു വണ്ടിക്കാരൻ വരുമ്പോൾ വണ്ടീൻ്റെ മുന്നിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഹർത്താലാണ്. അവർ തടഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഹർത്താലിനെതിരെയും ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. നാളെ ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്ക് ഇവിടേക്ക് വരാനുള്ളതാണ്. അങ്ങനെ വരാനുള്ള ആളുകൾക്ക് ഇവിടേക്ക് തടസ്സം കൂടാതെ എത്തണം. അതുകൊണ്ട് ഹർത്താൽ പ്രഖ്യാപിക്കരുതെന്നുൾപ്പെടെയുള്ള ആവശ്യമാണ്. വളരെ പ്രസക്തമായ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. വളരെ പെട്ടെന്ന് ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നാണ് അവിടെ ഒരു നാട്ടുകാരൻ ഇപ്പോൾ 24-നോട് പ്രതികരിച്ചത്. എന്തായാലും വയനാട് കുറുവ ദ്വീപിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഫോറസ്റ്റ് വാച്ചറാണ് മരിച്ചിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിമർശകനും മുൻ പ്രതിപക്ഷ നേതാവുമായ അലക്സി നെവൽനി മരിച്ചെന്ന് റിപ്പോർട്ട്. 2021 മുതൽ ആർട്ടിക് ജയിലിൽ തടവിലായിരുന്നു. വിവിധ കേസുകളിലായി 19 വർഷത്തെ തടവിന് ശിക്ഷിച്ച നെവൽനിയെ ജയിലിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് S രാംകുമാർ ചേരുന്നുണ്ട്. രാംകുമാർ, മുൻപ് തന്നെ നവൽനിയെ വിഷം കൊടുത്ത് കൊലപ്പെടുത്താൻ ശ്രമം നടന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. നവൽനി തന്നെ അദ്ദേഹത്തിന്റെ മരണം മുന്നിൽ കാണുന്നുണ്ടായിരുന്നു. ഈ മരണകാരണം എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ടോ അധികൃതർ? പ്രവിത, ഇപ്പോൾ ഈ മരണകാരണത്തെ കുറിച്ചിട്ട് ക്രെംലിൻ പ്രതികരിച്ചിരിക്കുന്നത് ഇത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് അദ്ദേഹം മരിച്ചത് എന്നതിൽ വ്യക്തതയില്ല എന്നാണ്. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ആർട്ടിക് സർക്കിളിലെ ഒരു ജയിലിലായിരുന്നു ഉണ്ടായിരുന്നത്. ആർട്ടിക് സർക്കിളിലെ ജയിൽ റഷ്യയിലെ എന്നല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും കാഠിന്യമേറിയ ഒരു കാരാഗൃഹമാണ്. അവിടെയായിരുന്നു കഴിഞ്ഞ മാസങ്ങളായി അലക്സി നവൽനി ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച അദ്ദേഹം വ്യായാമത്തിനായി ഇറങ്ങുന്നതിനിടെ അദ്ദേഹം കുഴഞ്ഞു വീണു എന്നാണ് ജയിൽ അധികൃതർ ഇപ്പോൾ നൽകുന്ന വിവരം. 47 വയസ്സായിരുന്നു അലക്സി നവൽനിക്ക് ഉണ്ടായിരുന്നത്. അടുത്ത മാസം റഷ്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇങ്ങനെ അവിടുത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി, ഇപ്പോഴത്തെ പ്രസിഡന്റും വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുള്ള വ്ളാഡിമിർ പുടിന്റെ കടുത്ത വിമർശകനും പ്രതിപക്ഷ നേതൃത്വത്തിൻ്റെ ഒരു മുഖവുമായിരുന്ന അലക്സി നവൽനി മരിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നത്. 2013 മുതൽ തന്നെ അദ്ദേഹം ബ്ലോഗിങ്ങിലൂടെയും മറ്റും ഈ പുടിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്ന ഒരാളാണ്. 2013 മോസ്കോ മേയർ തെരഞ്ഞെടുപ്പിലൂടെയാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നീട് 2018 വ്ളാഡിമിർ പുടിനെതിരെ മത്സരിക്കുമെന്ന് നവൽനി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ചില കേസുകളൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്നതുകൊണ്ട് മത്സരിക്കാൻ സാധിച്ചില്ല. പിന്നീട് 2020 അലക്സി നവൽനിക്ക് നേരെ ഒരു വധശ്രമം ഉണ്ടായി. സൈബീരിയയിൽ നിന്ന് മോസ്കോയിലേക്ക് വിമാനത്തിൽ സഞ്ചരിക്കുന്നതിനിടെ അദ്ദേഹം അബോധാവസ്ഥയിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് ചികിത്സിച്ചപ്പോൾ ജർമ്മനിയിൽ അദ്ദേഹത്തിന് ചികിത്സ നൽകി. ജർമ്മൻ മെഡിക്കൽ സംഘത്തിന്റെ കണ്ടെത്തൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ അലക്സി നവൽനിക്ക് വിഷബാധ ഏറ്റു എന്നായിരുന്നു. അതിനു പിന്നിൽ പുടിനായന് എന്ന കടുത്ത ആരോപണങ്ങൾ ഒക്കെ ഉയർന്നിരുന്നു. എന്നാൽ ഇതൊന്നും റഷ്യ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല.
പിന്നീട് 2021 ജനുവരിയിൽ അദ്ദേഹം റഷ്യയിൽ തിരിച്ചെത്തിയ ഉടൻ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. പല കേസുകളിലായി 30 വർഷത്തോളം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളാണ് അലക്സി നവൽനി. ഇതിൽ തീവ്രവാദി സംഘടനകൾക്ക് പണം നൽകി എന്ന ഒരു കേസിൽ 19 വർഷം ശിക്ഷിക്കപ്പെട്ട് ആ കേസിലാണ് ഇപ്പോൾ ജയിലിൽ കഴിഞ്ഞിരുന്നത്. ആദ്യം വ്ളാഡിമിർ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു ജയിലിലായിരുന്നു. മോസ്കോയിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ അകലെയുള്ള വ്ളാഡിമിറിലെ ഒരു ജയിലിലായിരുന്നു അലക്സി നവൽനി ഉണ്ടായിരുന്നത്. പിന്നീട് പെട്ടെന്ന് ഒരു തവണ അദ്ദേഹത്തെ കാണാതാവുകയായിരുന്നു. അത് വളരെ അഭ്യൂഹങ്ങൾക്കൊക്കെ വഴിവെച്ചിരുന്നു. അലക്സി നവൽനി എവിടെ എന്ന ഒരു ചോദ്യം ഉയർന്നിരുന്നു. ആ സമയത്ത് വീണ്ടും ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരികയും പുടിൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ അലക്സി നവൽനി തന്നെ ഒരു വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ട് താൻ ജീവനോടെ ഉണ്ടെന്നും താൻ ഇവിടെ ആർട്ടിക് സർക്കിളിലെ ജയിലിലാണ് ഇപ്പോഴുള്ളത് എന്നും അലക്സി നവൽനി തന്നെ വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഏകദേശം ഒരു 2-3 മാസങ്ങൾ കഴിയുമ്പോഴാണ് ഈ അലക്സി നവൽനി മരിച്ചു എന്ന ഒരു വാർത്ത ജയിൽ അധികൃതർ പുറത്തുവിടുന്നത്. പ്രവിധ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കടുത്ത വിമർശകനും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവുമായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ പുടിന്റെ വലിയ കരങ്ങളുണ്ട് എന്നുള്ള തരത്തിൽ അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുകയും ചെയ്തിരുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന് വിഷം നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അല്പം മുൻപ് രാംകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ റഷ്യ കൂടുതൽ പ്രതികരണത്തിനൊന്നും തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിനെതിരെ എന്തൊക്കെ കുറ്റങ്ങളാണ് മുൻപ് ചുമത്തിയിരുന്നത്? അദ്ദേഹം തന്നെ ഈ മരണം മുന്നിൽ കണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പലപ്പോഴും അദ്ദേഹം തന്നെ പറയുകയും ചെയ്തിരുന്നു താൻ കൊല്ലപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്ന്. തീർച്ചയായിട്ടും ഇപ്പോൾ സ്വാഭാവികമായിട്ടും അലക്സി നവൽനി മരിക്കുമ്പോൾ അതിൻ്റെ ചോദ്യമുനകൾ നീളുന്നത് പുടിനിലേക്ക് തന്നെയാണ്. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 2020 ഉണ്ടായ ആ വധശ്രമം തന്നെയാണ്. അദ്ദേഹത്തിനെ ഈ വിമാനത്തിൽ വെച്ച് അദ്ദേഹം അബോധാവസ്ഥയിലാവുകയും പിന്നീട് റഷ്യക്ക് നേരെ ഈ നവൽനി അനുകൂലികൾ പറഞ്ഞത് പുടിൻ്റെ സംഘം ഇദ്ദേഹത്തിന് വിഷം നൽകിയെന്നായിരുന്നു. എന്നാൽ ക്രെംലിൻ അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഭക്ഷണം കഴിച്ചത് ഭക്ഷ്യവിഷബാധ ഏറ്റതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ളൊരു പ്രശ്നമുണ്ടായത് എന്നായിരുന്നു റഷ്യയുടെ അവകാശവാദം. പിന്നീട് ജർമ്മനിയിൽ നിന്നുള്ള ചില സന്നദ്ധ സംഘടനകളൊക്കെ ഇടപെട്ടാണ് അദ്ദേഹത്തെ ചികിത്സയ്ക്കായി ജർമ്മനിയിലേക്ക് കൊണ്ടുപോയത്. അവിടുത്തെ ചികിത്സയിൽ ഈ നവൽനിയുടെ ശരീരത്തിൽ വിഷബാധ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചു. പിന്നീട് അത് ഫ്രാൻസും അതുപോലെ യൂറോപ്യൻ കമ്മീഷനും എല്ലാം ഈ കാര്യം സ്ഥിരീകരിക്കുകയുണ്ടായി. എന്നാൽ ഈ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം കുറേ കാലത്തോളം കോമയിലായിരുന്നു. ഈ കോമയിൽ കഴിഞ്ഞ് അദ്ദേഹം ഈ ആരോഗ്യം വീണ്ടെടുത്തതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തെ റഷ്യ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റഷ്യ വലിയ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ മരണം സ്വാഭാവികമായും പുടിനിലേക്ക് തന്നെയാണ് അതിൻ്റെ സംശയങ്ങൾ നീളുന്നത്. പ്രവിധ. യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിമർശനം അലക്സി നവൽനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും അലക്സി നവൽനി റഷ്യയിലെ പ്രതിപക്ഷ നേതാവും പുടിന്റെ വലിയ വിമർശകനുമായിരുന്നു അദ്ദേഹം മരിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകുന്നു.